ഡിജിറ്റൽ തട്ടിപ്പ് എന്താ അല്ലേ? ഏതൊക്കെ തരത്തിലാണ് പണം തട്ടാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നതല്ലേ? എങ്ങനെയായാലും കൊന്നിട്ടായാലും പറ്റിച്ചിട്ടായാലും പണം തട്ടിയെടുക്കുക, ഇതാണിപ്പം പലരുടെയും മനസ്സിൽ. ഈ കഴിഞ്ഞ ദിവസം നടി മലാപാർവതിയെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിനിരയാക്കാൻ ശ്രമമുണ്ടായി. വ്യാജ ID കാർഡ് കാണിച്ചിട്ട് മുംബൈയിലെ പോലീസാണെന്ന് പറഞ്ഞിട്ടാണ് നടി മലാപാർവതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തത്. എന്നാൽ പാർവതിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട്, പാർവതിക്ക് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായതുകൊണ്ട് പണം പോയില്ല. മധുരയിലെ സിനിമ ഷൂട്ടിങ്ങിനിടെയാണ് മലാപാർവതിയെ സംഘം വിളിച്ചത്. തായ്വാനിലേക്ക് മലാപാർവതിയുടെ പേരിൽ ആരോ രാസലഹരി അടങ്ങിയ കൊറിയർ അയക്കാൻ ശ്രമിച്ചെന്നും അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. മുംബൈയിൽ നിന്ന് പാർസൽ അയച്ച നമ്പർ, തായ്വാനിലെ അത് കൈപ്പറ്റേണ്ട വിലാസം, ഇതെല്ലാം പറഞ്ഞ്. എന്നാൽ മലാപാർവതിക്ക് തട്ടിപ്പുകാർ അയച്ചു കൊടുത്ത ID കാർഡ് പരിശോധിച്ചപ്പോൾ അതിൽ അശോക സ്തംഭം ഇല്ലെന്ന് കണ്ടെത്തി. അപ്പൊ അത് മലാപാർവതിക്ക് അത് ബുദ്ധിയുള്ളത് കൊണ്ടാ. ചിലവരത് പെട്ടെന്ന് അത് നോക്കൂല. ഗൂഗിളിൽ തെരഞ്ഞപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവര് അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ട് വിളിച്ചപ്പോൾ മലാപാർവതി പറഞ്ഞു ഇത് പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഫോൺ കട്ടാക്കി. ഇതേപോലെ തന്നെ കഴിഞ്ഞ മാസം സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്നും ഇതേപോലെയൊക്കെ പറഞ്ഞിട്ട് പൈസ തട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കണം, ഇതുപോലെയുള്ള കോള് വരിക. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസിൽ പറയോ, അല്ല ഇതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും തട്ടിപ്പാണോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമേ ആധാർ കാർഡ് ആയാലും അക്കൗണ്ട് നമ്പർ ആയാലും ആരും കൊടുക്കാൻ പാടുള്ളൂ. എല്ലാവരും ഇന്നത്തെ കാലത്ത് ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു സമയമാണ് നടക്കുന്നത്.